അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആരെയും ആക്രമിച്ചിട്ടില്ല, ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല, ആരെയും പരിഹസിച്ചിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ നേർക്കുനേരെ ജീവിക്കുന്നവർക്കും ഇവിടെ എതിരാളികളുണ്ടാകും, അവരെയും കുറ്റം പറയുന്നവരുണ്ടാകും, അവരെയും ചീത്ത പറയുന്നവർ, അവരെയും കല്ലെറിയുന്നവരുണ്ടാകും, അവരെയും അമ്പെയ്യുന്നവരുണ്ടാകും, അവരെയും ആക്രമിക്കുന്നവരുണ്ടാകും. സ്വാഭാവികമാണ്. ആയിരക്കണക്കിന് ആലിമീങ്ങളെ വളർത്തിയെടുത്ത താജുൽ ഉലമയെ ചീത്ത പറയുന്നവരുണ്ടായില്ലേ? അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളെ കർണാടകക്കാരൻ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, വഫാത്താകുന്ന ദിവസം ദിക്റും ചൊല്ലി ഇങ്ങനെ പച്ച പുതപ്പും പുതച്ച് കിടക്കുന്ന താജുൽ ഉലമ ആ റൂമിലങ്ങ് കയറി ചെന്നപ്പോൾ എന്തൊരു സുഗന്ധമാണ്. സുബ്ഹാനല്ലാഹ്. തങ്ങളുടെ അടുക്കൽ ഞാൻ വഅദ് പറയാൻ വന്നപ്പോ തങ്ങളവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മടിയിൽ ബാപ്പന്റെ റൂഹ് പോയി, ഞാൻ ഒരൽപ്പം സംസം വെള്ളം കോരിക്കൊടുത്തു, അത് ബാപ്പയങ്ങ് കുടിച്ചപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാനങ്ങ് ചൊല്ലിയപ്പോ ബാപ്പാദാ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തീരുന്നതോടുകൂടി ബാപ്പയുടെ റൂഹ് അങ്ങ് പോയി. ഓ സുഹൃത്തുക്കളെ, ഈ സ്റ്റേജിലുള്ള എത്ര ആലിമീകളുണ്ട് തങ്ങളുടെ ശിഷ്യന്മാർ, ഈ സദസ്സിൽ എത്ര ആലിമീകളുണ്ട് തങ്ങളുടെ ശിഷ്യന്മാർ. മഹാനവറുകളെ വഫാത്തിന്റെ ശേഷം പോലും കുറ്റം പറഞ്ഞവരില്ലേ? അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തെറ്റും ചെയ്തിട്ടല്ല, പക്ഷേ നിസ്കരിക്കുന്ന സമയത്ത് അവിടുത്തെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കൊടലുകൾ വലിച്ചു കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് അവിടുന്ന് സുജൂദിൽ നിന്ന് തല ഉയർത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിപ്പോയി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഞാൻ എന്റെ കുട്ടികൾക്ക് ബുഖാരി ഓതിക്കൊടുക്കുന്ന സമയത്ത് ആ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഒരു തെറ്റും ചെയ്യാത്ത നേതാവിനെയല്ലേ അബൂജഹലും പ്രഭൃതികളും ഈ നിലക്ക് ദ്രോഹിച്ചത്. അല്ലാഹ്. ഓ ചെറുപ്പക്കാരാ, ആ അബൂജഹൽ ജഹന്നമാകുന്ന നരകത്തിൽ കടന്നിട്ട് ഇവിടെയുള്ള തീന്റെ 70 ഇരട്ടി ചൂടുണ്ട് ആ ജഹന്നമിന്. ആ ജഹന്നമിൽ ശരീരം പഴുത്തിട്ട് അതാ ചലവലിക്കുമ്പോൾ, നീരൊലിക്കുമ്പോൾ അതാ ലഹരി കുടിക്കുന്ന മനുഷ്യൻ. അല്ലാഹുവേ, ഈ പാവപ്പെട്ടവന്റെ സദസ്സിൽ വല്ലപ്പോഴും ലഹരി കുടിച്ചു പോയ വല്ലവരുമുണ്ടെങ്കിൽ നീ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ വല്ല തെറ്റും വന്നെങ്കിൽ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, അബൂജഹലിന്റെ ശരീരത്തിലൊലിക്കുന്ന നീരും ചലവുമാണ് തീനത്തുൽ ഖബാൽ. അതുപോലുള്ള നരകക്കാര ശരീരത്തിലൊലിക്കുന്ന ചലവും നീരും കള്ള കുടിക്കുന്നവരെ അല്ലാഹ് കുടിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ ചെറുപ്പക്കാരെ, അല്ലാഹ് തന്ന നല്ല നല്ല വെള്ളം കുടിച്ചോ, റബ്ബിനെ മറന്നു പോകണ്ട. അല്ലാഹു തന്ന കാലം അവന്റെ പൊരുത്തത്തിൽ ജീവിച്ചു. വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ്. നമ്മൾ സത്യം ഉൾക്കൊള്ളുന്നു. ആ സത്യം നമ്മൾ ഉൾക്കൊണ്ടാൽ പോരാ, അത് പ്രചരിപ്പിക്കണം. എസ്എസ്എഫിന്റെ പ്രവർത്തകർ, എസ്ഒഎസിന്റെ പ്രവർത്തകർ, അവർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കണം. വേറെ ആരെയും ചീത്ത പറയരുത്, ഒരു ആലിമിനെയും കുറ്റം പറയരുത്, ഒരു തങ്ങളെയും നിന്ദിക്കരുത്. നമ്മൾ അല്ലാഹുവിന്റെ ദീന് പറയണം, സത്യം പറയണം, ഹഖ് പ്രചരിപ്പിക്കണം. വതവാസൗ ബിൽ ഹഖ്, സത്യം പരസ്പരം വസിയ്യത്ത് ചെയ്യണം. മനുഷ്യൻ വിജയിക്കണമെങ്കിൽ വതവാസൗ ബിസ് സബ്ർ, ക്ഷമിക്കണം. ആര് ചീത്ത പറഞ്ഞാലും പ്രകോപിതരാകരുത്, ആരെന്ത് കുറ്റം പറഞ്ഞാലും ശപിക്കരുത്, ലാനത്ത് ചെയ്യരുത്. ആരെന്തിങ്ങോട്ട് ആക്രമിച്ചാലും പകരം അക്രമം അഴിച്ചുവിടരുത്. വതവാസൗ ബിസ്സബ്ർ, ക്ഷമിച്ചുകൊണ്ട് ജീവിക്കണം. ക്ഷമ കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്യണം. ഈ 4 കാര്യമുള്ളവർ ഒഴിച്ച് ബാക്കി മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്.
ക്ഷമിച്ചുകൊണ്ട് ജീവിക്കണം. അല്ലാഹു കൽപ്പിച്ചതെടുക്കണം, അല്ല വിരോധിച്ചതൊഴിക്കണം. പൂർണ്ണ സുന്നത്ത് ജമാഅത്തുകാരനായി നീങ്ങണം. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കണം, സഹകരിക്കണം. ഐക്യത്തോടെ മുസ്ലിമീങ്ങൾ ജീവിക്കണം. മറ്റ് മതക്കാരോട് സൗഹാർദ്ദത്തിൽ നീങ്ങണം. സർവ മഹല്ലുകളും പുരോഗമിപ്പിക്കണം. ഓരോ മഹല്ലുകളിലുള്ള മദ്രസകളും പള്ളികളും പുരോഗമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ദീനിന്റെ സ്ഥാപനങ്ങൾ ഉയർത്തണം. നാളെ മാണി അതേ നമ്മുടെ മിത്തൂരിലെ സ്ഥാപനത്തിൽ വെച്ച് നമുക്ക് 10 മണി സമയത്ത് പിന്നെയും പ്രസംഗിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, എന്റെ രഹസ്യവും പരസ്യവും എന്റെ റബ്ബറിയുന്നു എന്ന നിലക്ക് അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച്, നമ്മൾ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് നമ്മുടെ ജീവിതം നയിക്കണം. അതാണ് വഅദ് പറയാനുള്ളത്, എന്നോട് പറയാനുള്ളത്, എല്ലാവരോടും എപ്പോഴും പറയാനുള്ളത്. വല്ലദീന ആമനൂ